നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ തകർച്ച പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി എം.ബി. രാജേഷ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ തകർച്ച പരിശോധിച്ചു. ഇക്കാര്യത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയുടെ പടിഞ്ഞാറക്കുടുമുണ്ട ഭാഗത്താണ് വലിയ തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു വശം 100 മീറ്ററിലധികം വിണ്ടുകീറിയ നിലയിലാണ്. ഈ ഭാഗത്തിലൂടെയുള്ള വാഹനഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വലിയ അഴിമതിയാണ് ഈ പാതയുടെ നവീകരണത്തിൽ നടത്തിയിരിക്കുന്നതെന്ന ആരോപണവും ഉണ്ടായി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ തകർച്ച നേരിൽ കണ്ട് മനസ്സിലാക്കാൻ മന്ത്രി എം.ബി. രാജേഷ് സ്ഥലത്തെത്തിയത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 10 അടിയോളം താഴ്ചയിലുള്ള റോഡിന് മുകളിലെ ഭാഗത്താണ് വിള്ളൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. മണ്ണിട്ട് ഉയർത്തിയ കെട്ടിന് മുകളിലാണ് റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ കെട്ടിനടിയിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി എം.ബി. രാജേഷ് സൂചിപ്പിച്ചു. ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴും ഇക്കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സുരക്ഷാ ഭിത്തി നിർമ്മാണമാണ് ആവശ്യം. ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി സൂചിപ്പിച്ചു. നേരത്തെ റോഡിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടും വലിയ വിവാദങ്ങൾക്ക് ചിലർ ശ്രമിച്ചിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീരദേശ ഫണ്ട് കിട്ടിയത് അത് ഇവിടെ കിട്ടിയത് മുതൽ പലർക്കും അതിൽ അസ്വസ്ഥത ഇവിടെയും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു. ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചൊക്കെ ആ പ്രചരണം കടലില്ലാത്ത തൃത്താലയിൽ തീരദേശ ഫണ്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് ഈ ഒരു 10 അടിയോളം മണ്ണ് ഇട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. 30 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കെട്ട്. അപ്പോൾ അടിയിലൂടെ വെള്ളം ഒഴുകുന്ന ഉണ്ട് എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ, ഹാർബറിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും എഞ്ചിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട്. അവർ പറയുന്നത് താഴെ വെള്ളം ഒഴുകുന്നുണ്ട്, മുകളിലാണെങ്കിൽ ജലജീവൻ്റെ പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ നിഗമനം. ഇവിടെ നമുക്കെല്ലാവർക്കും കാണാം ഈ കെട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടുള്ളത്, തള്ളി വന്നിട്ടുള്ളത് കാണാൻ കഴിയും. അപ്പോൾ ഈ റോഡ് നന്നാക്കണമെങ്കിൽ മുകളിലെ ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. റോഡ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നന്നാക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു കെട്ട് റീറ്റേണിംഗ് വാൾ ആവശ്യമായിട്ട് വരുമെന്നാണ് എഞ്ചിനീയർമാരുടെ നിർദ്ദേശം. 2 കൂട്ടരുടെയും, ഹാർബറിൻ്റെയും PWDയുടെയും എഞ്ചിനീയർമാർ ഇത് സംബന്ധിച്ച് വിശദമായി അവർ നേരത്തെ വന്ന് പരിശോധിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞത് റീറ്റേണിംഗ് വാൾ കിട്ടിയാൽ മാത്രമേ ഇനി ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കൂ എന്നാണ്. അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ PWDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നേരത്തെ റോഡ് ഹാർബറിന് കൈമാറിയതാണ്. തിരിച്ച് ഹാർബർ PWDക്ക് കൈമാറാനുള്ള നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഈ തകരാർ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടങ്ങും. P.K. ചെല്ലിക്കുട്ടി, K.C. അലി ഇക്ബാൽ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തൃത്താല വെള്ളിയങ്കല്ല് പൈതൃക പാർക്കിന് മുന്നിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് ഇടിച്ചുകയറി. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. പരുതൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ പാറക്കല്ലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരുതൂർ പഞ്ചായത്ത് റോഡരികിൽ സ്ഥാപിച്ച വേസ്റ്റ് ബിൻ തകർന്നു. അപകടത്തിൽ പരുതൂർ സ്വദേശികളായ കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDFന്റെ ധർണ. KPCC വക്താവ് സന്ദീപ് വാര്യർ സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ ആരോപിച്ചായിരുന്നു സമരം. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയും ജനദ്രോഹ നയങ്ങളാണ് നടപ്പാക്കുന്നതെന്നും ആരോപിച്ചാണ് UDF കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. KPCC വക്താവ് സന്ദീപ് വാര്യർ സമരം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച സമയത്ത് ഈ പ്രദേശത്തെ പണ്ടത്തെ പഴയ BJPയിലെ എന്റെ സഹപ്രവർത്തകർ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഭാഗ്യമുണ്ടായില്ല, UDF എങ്കിലും ഇത് ചെയ്തല്ലോ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ്. ഞാനിവിടെ വന്നപ്പോൾ എന്റെ ഓർമ്മകളിലൂടെ കടന്നുപോയത് ഈ പ്രദേശത്തിന് വേണ്ടി ഒരുപക്ഷെ എന്റെ പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു നല്ല കാര്യത്തെക്കുറിച്ചാണ് എന്റെ ഓർമ്മയിലൂടെ ഇങ്ങനെ വന്നുപോയത്. പ്രിയപ്പെട്ടവരെ, കൊപ്പം പഞ്ചായത്തില് ഇടതുപക്ഷ ഭരണസമിതി തുടരുന്ന ജനവിരുദ്ധ നയങ്ങളുടെ ഒരു വലിപ്പം ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ നാട്ടിൽ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും ഇത്രയും പഞ്ചായത്തിന് വരുമാനമുണ്ടായിട്ടും സാധാരണക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഉദാസീനമായി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ
വലിയ അത്ഭുതവും പ്രതിഷേധവുമാണ് മനസ്സിൽ ഉയർന്നു വരുന്നത്. UDF ചെയർമാൻ ടി റിയാസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. കൺവീനർ രവി സരോവരം, നേതാക്കളായ ഇ മുസ്തഫ, കമ്മുക്കുട്ടി എടത്തൂർ, AP രാമദാസ്, AK മുസ്തഫ, CP മുസ്തഫ, MC ആസിസ്, TK ഷുക്കൂർ, MT വഹാബ്, ജയശങ്കർ കൊട്ടാരത്തിൽ, MN ചന്ദ്രൻ, ഷെഫീന ഷുക്കൂർ, T കുഞ്ഞാപ്പ ഹാജി, AK അനീഫ, വേണുഗോപാൽ MP, AK ആസിസ്, MN മനോജ്, മുസ്തഫ കല്ലിങ്ങൽ, KV ഷംസുദ്ദീൻ, വിശാഖ് ബി നായർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല VK കടവിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഞായറാഴ്ചയാണ് VK കടവ് പള്ളിക്ക് സമീപത്തായി അപകടം നടന്നത്. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും എതിരെ വരികയായിരുന്ന മറ്റൊരു സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരൻ മുന്നിൽ പോവുകയായിരുന്ന കാറിനെ അശ്രദ്ധമായി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മേഴത്തൂർ, ഉള്ളന്നൂർ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 45ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൃത്താലയിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി. KSESA പാലക്കാട് ജില്ലാ കമ്മിറ്റിയും തൃത്താല റേഞ്ചും സംയുക്തമായി തൃത്താല ബാഡ്മിന്റൺ ക്ലബ്ബ് സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. തൃത്താല പഞ്ചായത്ത് അംഗം ഗോപിനാഥൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. KSESA പാലക്കാട് ജില്ലാ സെക്രട്ടറി VP മഹേഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം PK നിഖിൽ സ്വാഗതം പറഞ്ഞു. തൃത്താല റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജൻ ടൂർണമെന്റ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ES സന്തോഷ് കുമാർ, P ഗോപി, EV അനീഷ്, ക്ലബ്ബ് അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിളയൂർ 15ാം വാർഡിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിൽ വാർഡ് മെമ്പർ മുജീവ് കരുവാൻകുഴിയുടെ വിഷൻ 15 എഡ്യൂകെയർ പദ്ധതിയുടെ ഭാഗമായാണ് പ്രതിഭാസംഗമം സംഘടിപ്പിച്ചത്. പട്ടാമ്പി MLA മുഹമ്മദ് മോസിൻ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു. എഡ്യൂടോക്ക് ലേണിംഗ് ഹബ് സ്ഥാപകൻ സലീം മാലിക് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസോടുകൂടിയാണ് പ്രതിഭാസംഗമത്തിന് തുടക്കം കുറിച്ചത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതു മുതൽ 4 വർഷത്തോളമായി തുടർച്ചയായി എല്ലാ വർഷവും SSLC വിദ്യാർത്ഥികൾക്ക് വിഷൻ 15 ബൂസ്റ്റർ കോച്ചിംഗ് ക്യാമ്പ് നടത്തിവരുന്നുണ്ട് എന്ന് വാർഡ് മെമ്പർ മുജീബ് കരുവാൻകുഴി അറിയിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുരളി, മുൻ വാർഡ് മെമ്പർ ഉഷാകുമാരി, ഓഫീസ് കോർഡിനേറ്റർ ശൈലജ KP എന്നിവർ സംസാരിച്ചു. 2 കോടി രൂപയുടെ മറ്റൊരു കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. അതിന്റെ ഇപ്പുറത്തെ സൈഡില് LP സ്കൂളില് വളരെ തകർന്ന ക്ലാസ് മുറിയായിരുന്നു. അവിടെയും ഒരു പുതിയ കെട്ടിടം പൂർത്തീകരിച്ചതാണ്. ഇനി വേറൊരു കെട്ടിടം കൂടി വരികയാണ്. അപ്പോൾ എത്രയോ കോടി രൂപയുടെ കെട്ടിടങ്ങൾ അവിടെ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മാത്രം നിർത്തിയിട്ടില്ല. ഞാൻ പഠിച്ച സ്കൂളാണല്ല, ജനതാ സ്കൂൾ, ഇവിടെ പലരും പഠിച്ച സ്കൂളാണ്. 8 കോടി രൂപയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇതാ 3ാമത്തെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. അവിടെ ബസ് അടക്കമുള്ളത് വരികയാണ്. എന്നാൽ വിളയൂർ പഞ്ചായത്തിലെ സ്കൂളാണ് നമ്മുടെ വിളയൂർ സ്കൂൾ. അതും മനോഹരമായ കെട്ടിടം അവിടെ യാഥാർത്ഥ്യമായി. ടോയ്ലറ്റ് കോംപ്ലക്സും ബസ്സും ഒക്കെ യാഥാർത്ഥ്യമായി. പുതിയൊരു കെട്ടിടം കൂടി അവിടെ വരാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയ്ക്കെതിരെ KSUവിന്റെ പ്രതിഷേധം. റോഡിലെ കുഴികളിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. KPCC അംഗം റിയാസ് മൂക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു. KSU പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തകർന്ന കുഴികൾ രൂപപ്പെട്ട് കിടക്കുന്ന പട്ടാമ്പി ടൗണിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ എന്നിവരുടെ ഫോട്ടോ പതിച്ച വാഴകളാണ് പട്ടാമ്പി കൽപ്പക ഭാഗത്ത് സ്ഥാപിച്ചത്. തുടർന്ന് പ്രതിഷേധക്കാർ പട്ടാമ്പി കുളപ്പുള്ളി പാത ഉപരോധിക്കാനും തുടങ്ങി. ഇതോടെ പോലീസ് ഇടപെട്ട് ഇവരെ നീക്കി. അധികാരികളെ അന്ധന്മാരെ ഇനിയും നിങ്ങൾക്ക് അന്ധതയായാൽ കാലം മാറും കോലം മാറും സമരത്തിന്റെ രൂപം മാറും ആരിത് പറയുന്നറിയില്ലേ
കാലത്ത് ആലപ്പുഴയുടെ തീരത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനം അതാണിതാണ് പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശമെന്നും മന്ത്രിയും MLAയും റീൽസ് എടുത്ത് നടക്കുകയാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത KPCC അംഗം റിയാസ് മുക്കോളി പറഞ്ഞു. നമ്മൾ കണ്ടതാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം റീൽസാണ് നമ്മൾ കണ്ടത്. ദിനേന രാവും പകലും നമ്മുടെ ഈ നാടിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്രമാത്രം റീൽസാണ് നമുക്കിടയിലേക്ക് തന്നത്. ഒരു റീൽസിന് ഏകദേശം 4 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നൊക്കെയാണ് കണക്ക് വരുന്നത്. ഏതാനും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ നാട്ടിൽ റോഡുമായി ബന്ധപ്പെട്ട റീൽസ് ഉണ്ടാക്കുന്ന ആൾക്കാര് എന്നാൽ ആ റോഡ് തകർന്ന സമയത്ത് ആ ദേശീയപാത ആ കൂരിയാട് തകർന്നപ്പോ ആ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അത് ഞങ്ങളതല്ല, അത് കേന്ദ്രത്തിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തടി തപ്പിയിട്ടുള്ള ചരിത്രം ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ് പ്രിയപ്പെട്ടവര്. അപ്പൊ അങ്ങനെ റീൽസ് ഉണ്ടാക്കാൻ ഇവർക്ക് ഒരു പ്രയാസമില്ല. റീൽസ് ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കാനും ഇവർക്കൊരു പ്രയാസമില്ല. ഈ നാട് കട്ടുമുടിക്കാൻ വേണ്ടി അത് റീൽസ് ആണെങ്കിൽ റീൽസ്, ടൂറാണെങ്കിൽ ടൂറ്, അങ്ങനെ ധൂർത്തടിക്കാനും കട്ടുമുടിക്കാനും ഒരു പ്രയാസം ഇവർക്കാർക്കും ഇല്ല. KP മുഹമ്മദ് ഷാഹിദ് അധ്യക്ഷനായി. സഹൽ അഴകൻ, മുനവീർ ചുണ്ടൻപറ്റ, PK അനസ്, ശ്രീപ്രിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വയലി മഴോത്സവം 2025 വിളംബരത്തിന്റെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി. പ്രശസ്ത ഖവാലി ഹിന്ദുസ്ഥാനി ഗായിക നിസിയ CC ചടങ്ങുദ്ഘാടനം ചെയ്തു. വയലി മുള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസിയ CCയും ചേർന്ന് മഴപ്രമേയമായ പാട്ടുകളുടെ അവതരണവും നടന്നു. തിരുമിറ്റക്കോട് ടീം നൂപുര ചിട്ടപ്പെടുത്തിയ സംഘനൃത്തവും കാണികളെ ആകർഷിച്ചു. വിമയുടെ ഭാഗമായ പ്രാദേശിക ഗായകരുടെ മഴക്കവിതകളും പാട്ടുകളും പരിപാടിക്ക് മിഴിവേകി. ഓഗസ്റ്റ് 9, 10 ദിവസങ്ങളിൽ നിളയോരത്ത് മഴയോത്സവം സീസൺ 9 സമാപനം കുറിക്കും. അതിന്റെ മുന്നോടിയായി ജൂലൈ 13 മഴയും സിനിമയും, ജൂലൈ 27 മഴയും മലയാള സാഹിത്യവും പ്രമേയമായ പരിപാടികൾ മഴോത്സവം വിളംബരങ്ങളുടെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ അരങ്ങേറും. ജൂലൈ 19, 20 ദിവസങ്ങളിൽ കൊല്ലങ്കോട്ടേക്ക് മഴയാത്രയും മഴോത്സവം 2025 ഭാഗമായി സംഘടിപ്പിക്കും. കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതക്രമങ്ങളെ ഇന്നിന്റെ നേർക്കാഴ്ചകളുമായി ചേർത്തു വായിക്കുന്നതിനാണ് 2017 മുതൽ വയലി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മഴോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. വിനോദ് വയലി, സുദീപ് കടുക്കശ്ശേരി, വിശ്വനാഥ്, കുട്ടൻ ആറങ്ങോട്, മനോ വയലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കോട്ട് കുർശിയിൽ ആരംഭിക്കുന്ന ചാരിറ്റി വില്ലേജിന്റെ ശിലാസ്ഥാപനം വല്ലപ്പുഴ കുറുവക്കൂര സ്കൂളിൽ വെച്ച് നടന്നു. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയറുമായി സഹകരിച്ച സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കോട്ട് കുർശിയിൽ ആരംഭിക്കുന്ന ചാരിറ്റി വില്ലേജ് ശിലാസ്ഥാപനവും പൊതുസമ്മേളനവും വല്ലപ്പുഴ കുറുവട്ടൂർ KMLP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഇതര സംവിധാനങ്ങളും ശക്തമായി തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്ന നാടാണ് നമ്മുടെ നാട്. ആരോഗ്യവും വിദ്യാഭ്യാസവും ഇല്ലാതെ മലയാളികൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. ഏറ്റവും കൂടുതൽ ശുചിത്വം പാലിക്കുന്നവർ നമ്മൾ മലയാളികളാണ്.
അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ നമ്മുടെയൊക്കെ ആചാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നമുക്കുണ്ട്. നമുക്കറിയാം, സബ് സെൻ്ററുകൾ തൊട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് മെഡിക്കൽ കോളേജുകൾ വരെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യകാര്യത്തിന് സജീവമായ ശ്രദ്ധ സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു മാറ്റം കേരളത്തിൽ വളരെ വ്യക്തമാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് അഭിമുഖീകരിക്കുന്ന പല മാരകമായിട്ടുള്ള രോഗങ്ങളും പെട്ടെന്ന് വരുന്ന പല വൈറസുകളും നമുക്ക് ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. വട്ടപ്പറമ്പിൽ മുസ്തഫയിൽ നിന്നും ഇഷ്ടദാനമായി ലഭിച്ച 50 സെന്റ് സ്ഥലത്ത് ആരംഭിക്കുന്ന ജില്ലയിലെ പാലിയേറ്റീവ് പരിചരണത്തിനുള്ള രോഗികൾക്ക് മികച്ച രീതിയിലുള്ള പരിചരണം ലഭ്യമാക്കുന്ന ഫിസിയോതെറാപ്പി സെന്റർ, ഡയാലിസിസ് സെന്റർ കൂടാതെ ലഹരി വിമുക്ത പരിചരണ കേന്ദ്രം തുടങ്ങിയവ ചാരിറ്റി വില്ലേജ് ലക്ഷ്യമിടുന്നു. ചടങ്ങിൽ മുഹമ്മദ് മൂസൻ MLA ആധാരം ഏറ്റുവാങ്ങി. സ്നേഹാർദ്രം പ്രസിഡന്റ് അലി ആലിക്കൽ സ്വാഗതം പറഞ്ഞു. ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PT ഹമീദ്, CPIP ജില്ലാ പ്രസിഡന്റ് VP ഹുസൈൻ ചളവറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M മനോജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ P സുനന്ദ, ബിന്ദു സന്തോഷ് ഐക്യദാർഢ്യ പ്രഭാഷണവും, അലി മാട്ടര, നൌഷാദ് കൊടക്കാടൻ, P റസാഖ്, മാനു തുടങ്ങിയവർ ആശംസാ പ്രസംഗവും നടത്തി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.